സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മൂഡ് വരുന്നില്ല. അപ്പോൾ ഉള്ള സമയം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് പല്ല് തേച്ച് ഒരു കപ്പ് ഓഫ് ടീ കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, കാരണം 12 മണി കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ലഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്തായാലും ട്യൂസ്ഡേ പാത്തോളജി ഇൻ്റർമീഡിയറ്റ് എക്സാം ഉണ്ട്. അതായത് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ മുമ്പേ ഹോൾ സിലബസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ. അപ്പോൾ നമുക്കിത് ഫുൾ പഠിക്കാനുള്ളതാണ്. ഇത് മൊത്തം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇത് പഠിക്കാനുള്ളതല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് റിവൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ടോപ്പിക്സ് ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർഡർ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. യെസ്, ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെ ടോപ്പിക്ക് നമ്പറായിട്ട് ഓക്കെ. ഈ 5 നമ്പർ ഇട്ടതിൽ ഈ ടോപ്പിക്സ് മൊത്തം ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതുപോലെ നമുക്ക് 27 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇതിനുള്ളൂ, 27 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് എക്സാമിൽ നമുക്ക് 65 ടോപ്പിക്സ് ഉണ്ട്. നമുക്കത് ഈ 25 ടോപ്പിക്സ് ഒന്ന് വൃത്തിക്ക് പഠിക്കാം. പഠിച്ചതാണ്, ബട്ട് സ്റ്റിൽ ഒന്നും കൂടി വൃത്തിക്ക് പഠിക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മൊത്തം റിവൈസ് ചെയ്യാം. ഇതിൽ ഏതൊരു ടോപ്പിക്കാണ് എനിക്ക് പറഞ്ഞില്ല. അങ്ങനെ കുറേ നേരം റൂമിലിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് തലയ്ക്കൊരു പ്രാന്തായ ഫീൽ. അപ്പം ഞാനൊന്ന് സാഫി എന്ന് പറഞ്ഞിട്ട് കഫേ ഉണ്ട് ഇവിടെ, അവിടെ പോയിരുന്ന് പഠിക്കാൻ നല്ലൊരു രസമാണ്. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. ലൈക്ക് ഇന്നലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കവർ ചെയ്ത് അവിടുന്ന് കുറച്ച് കോഫി കുടിച്ച് കേക്കൊക്കെ തിന്ന് സെറ്റായി. പിന്നെ ഈ സാഫിയത്തെ ഈ ബ്രൗണിക്ക് ഭയങ്കര ഒരു റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ തലയ്ക്ക് ചെറുതായിട്ടൊരു മസ്ത് വരുന്നത്. ഇതുപോലെ തന്നെയാണ് താഷ്കന്തിൽ അക്സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ അല്ല, റെസ്റ്റോറൻ്റാണ് തോന്നുന്നത്. അവിടെ ഒരു ഷേക്ക് ഉണ്ട്, പിസ്താഷ്യോ ഷേക്ക്. അത് അത്യാവശ്യം എക്സ്പെൻസീവാണ്, ലൈക്ക് 85,000 to 90,000 സോംസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരു 500 മേലെ ഉണ്ട്. പക്ഷേ ഭയങ്കര റിച്ച് ഷേക്കാണ്. അത് എന്തായാലും ട്രൈ ചെയ്യണം താഷ്കന്തിലുള്ള ആൾക്കാർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8:30. ഇനി എനിക്ക് ഒരു 7 ക്വസ്റ്റ്യനും ലൈക്ക് 7 ടോപ്പിക്കും കൂടെ കവർ ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 12 മണി വരെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും കവർ ചെയ്തിട്ട് പകുതി ബാക്കി റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്കിനി പഠിക്കാം. അപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞ് സെപ്റ്റംബറിൽ അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഫെബ്രുവരി ഇൻടേക്കിൽ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം സിംബി സുൽത്താനിൽ വന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരാം. അങ്ങനെ ഞാനന്ന് 12 മണി വരെ പഠിച്ച് ബാക്കി ഞാൻ രാവിലെ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ഉറക്കം വിട്ടിട്ട് ഒന്നും ശരിയാവില്ല. ഉറക്കമൊക്കെ ഒഴിച്ച് പഠിച്ചു കഴിഞ്ഞാൽ രാവിലെ പിന്നെ തല ഉണ്ടാവില്ല, തലവേദന വന്ന് അവിടെ കിടപ്പിലായിപ്പോൾ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കൂടി റിവൈസ് ചെയ്ത് ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞു നോക്കി, എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നാലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് ടോപ്പിക്സ് എനിക്ക് എത്ര വായിച്ചിട്ടും എൻ്റെ ഓർമ്മയിൽ നിൽക്കാത്ത കുറച്ച് 2 ടോപ്പിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ പോട്ടെ, 2 ടോപ്പിക്സ് ഇല്ല, ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം പാസ്സാവുന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എക്സാമിന് വൈവൊക്കെ പോവാണ്. യെസ് ഗായ്സ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പാസ്സായിരിക്കുകയാണ്. എനിക്കൊരു 10ാം ക്ലാസ്സിലെ എക്സാം എഴുതി കഴിഞ്ഞൊരു ഫീല് ഈ വൈവ കഴിഞ്ഞപ്പോൾ. ഗോഡ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ.